പ്രവചനാതീതമായ മത്സരമാണ് ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണ നടന്നത്. ഇരുമുന്നണികളും പരസ്യമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അങ്കലാപ്പിലാണ്. നെക്ക് ടു നെക്ക് പോരാട്ടം നടന്ന മണ്ഡലത്തിൽ ആര് വിജയിച്ചാലും ഭൂരിപക്ഷം 5000 കടക്കുകയില്ല എന്നുറപ്പാണ്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആഷിഖ്, വളരെ ഈസിയായി ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലം LDF ഇത്തവണ അങ്കലാപ്പിലാണോ? കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തിയിട്ടുള്ള മണ്ഡലം കൂടിയാണല്ലോ ഇടുക്കി. അവിടെ എങ്ങനെയാണ് LDFന് ഈ അങ്കലാപ്പുണ്ടാകുന്നത്? തീർച്ചയായും ഒരു ആത്മാഭിമാന പോരാട്ടമാണ് ഇന്ത്യ മുന്നണികൾക്കും ഇടുക്കി മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു തന്നെ കാണാൻ കഴിയും. കഴിഞ്ഞ 25 വർഷമായി റോഷി അഗസ്റ്റിൻ നിലനിർത്തുന്ന മണ്ഡലമാണ്. പക്ഷേ ഇത് രണ്ടാം തവണയാണ് LDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് കയറിയ റോഷി അഗസ്റ്റിന് 5000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. പക്ഷേ ഇത്തവണ അതിനെ മറികടക്കുവാൻ മറ്റൊരു ഘടകം കൂടി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഇത്രകാലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ UDFന് വേണ്ടി മത്സരിച്ചതെങ്കിൽ ഇത്തവണ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നത് മണ്ഡലത്തിലെ സാഹചര്യത്തിൽ പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലാണ് UDFന്റെ ക്യാമ്പിനുള്ളത്. ഏതായാലും ഈ അവസാനഘട്ടം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൂട്ടലിൽ LDF പറയുന്നത് 5000 മുകളിലേക്ക് ഭൂരിപക്ഷം പോകും എന്നുള്ളതാണ്. എന്നാൽ UDF പറയുന്നത് 10,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഭൂരിപക്ഷ കണക്കുകൂട്ടലുകൾ തന്നെ മുന്നണിക്കുള്ളിൽ എത്രത്തോളം ആശങ്കയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വലിയ ഭൂരിപക്ഷം പ്രവചിക്കുവാൻ ഇരു മുന്നണികളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ആശങ്ക വ്യക്തമായി കാണാൻ കഴിയുന്നതിന്റെ സാഹചര്യം നമുക്കത് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. ക്രൈസ്തവ വോട്ടുകൾ ഏറ്റവും നിർണായകമായ മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം എന്നുള്ളത്. ക്രൈസ്തവ വോട്ടുകൾ ക്രൈസ്തവ സഭ ഏത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, ഭൂവിഷയങ്ങൾ ചർച്ചയാകുന്നതാണ്. സർക്കാർ വിരുദ്ധ ഘടകങ്ങൾ ചർച്ചയാകുന്ന മണ്ഡലമാണ്. ഏതായാലും UDF കണക്കാക്കുന്നത് സർക്കാർ വിരുദ്ധ റോഷി അഗസ്റ്റിൻ വിരുദ്ധ വികാരം മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ ആകെയും പ്രതിഫലിച്ചിട്ടുണ്ട്. കൂടാതെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്തു, മുസ്ലിം വോട്ടുകളും ഏകീകരിക്കപ്പെട്ടു. ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ഒരു കാരണമുണ്ട്. കൂടാതെ കോൺഗ്രസ് വികാരം, കൈപ്പത്തി ചിഹ്നം എന്ന ഘടകം ഏറ്റവും ഗുണകരമായി പ്രവർത്തിച്ചു എന്ന UDF ക്യാമ്പ് മണ്ഡലത്തിൽ വിലയിരുത്തുന്നത്. അതേസമയം ഈ പറയുന്ന ഘടകങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. ഗ്രൗണ്ടിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ജനങ്ങളുടെ പ്രതികരണം സർക്കാർ വിരുദ്ധമായ ഒരു വികാരം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. റോഷി അഗസ്റ്റിന് അനുകൂലമായ വികാരമാണ് ജനങ്ങൾ തങ്ങളോട് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതികരണമല്ല ഈ ഘട്ടത്തിൽ മണ്ഡലത്തിൽ തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് LDF നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകും, എന്നാൽ വലിയൊരു മാർജിനിലേക്ക് വിജയം പോവുകയില്ല എന്നുമാണ് LDF നേതാക്കളും പറയുന്നത്. പക്ഷെ നമുക്കത് കൃത്യമായി നിരീക്ഷിച്ചാൽ, കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ നെക്ക് ടു നെക്ക് പോരാട്ടമാണ് നടന്നത്. 5000-ന് മുകളിലേക്ക് ആര് ജയിച്ചാലും ഏത് സ്ഥാനാർത്ഥിയാണോ വിജയിക്കുന്ന ആ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കടക്കുകയില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് ആഷിഖ് റിപ്പോർട്ട് ചെയ്തത്.